മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലാ കളക്ടർ. മുഴുവൻ സർക്കാർ ഭൂമിയും സംരക്ഷിക്കാൻ കർശന നടപടിയെന്നും ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി. ഹൈറേഞ്ചിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഗുരുതര പരിക്ക്. ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത്. മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ ഒരാൾ മരിച്ചു. ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് മരിച്ചത്. അപകടം ജീപ്പിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ. ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയും വാഹനത്തിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചും യുവാക്കളുടെ സാഹസിക യാത്ര. ചിന്നക്കനാൽ പെരിയ കനാലിന് സമീപമാണ് യുവാക്കളുടെ സാഹസിക യാത്ര. വിശദമായ വാർത്തകളിലേക്ക്. കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലാ കളക്ടർ. എല്ലാ ആഴ്ചയിലും കയ്യേറ്റം സംബന്ധിച്ച് കളക്ടർ നേരിട്ട് വിലയിരുത്തൽ നടത്തും. മുഴുവൻ സർക്കാർ ഭൂമിയും സംരക്ഷിക്കുന്നതിനുള്ള കർശന നടപടിയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നും ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി സിറ്റി വിഷനോട് പറഞ്ഞു. ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള സർക്കാർ ഭൂമികൾ മുഴുവനും കയ്യേറ്റമൊഴിപ്പിച്ച് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ജില്ലാ ഭരണം നീങ്ങുകയാണ്. അതിനായി കയ്യേറ്റങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും നടപടികളുമായി മുമ്പോട്ട് പോകണമെന്നുമാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഓരോ ആഴ്ചയിലും ജില്ലാ കളക്ടർ കയ്യേറ്റം സംബന്ധിച്ച നടപടികൾ വിലയിരുത്തും. അതുകൊണ്ട് തന്നെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുമ്പോട്ട് പോകാനാണ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ വി. വിഘ്നേശ്വരി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവർക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ റവന്യൂ ഓഫീഷ്യൽസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സോ അത് എല്ലാ ആഴ്ചയും ഞാൻ തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരു റിവ്യൂ മെക്കാനിസമാണ്. എല്ലാവർക്കും ഓരോരോ ആഴ്ചയും എത്ര കേസസ് എടുക്കണം, ഇതുവരെ എടുത്ത കേസസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും വിലയിരുത്താനുമുള്ള ഒരു മോണിറ്ററിംഗ് ആണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ മുഴുവൻ ഭൂമിയും സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ വൻകിട കയ്യേറ്റങ്ങൾ കണ്ടെത്തിയാൽ അതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും കളക്ടർ. സോ സർക്കാരിനുള്ള എല്ലാ പുറമ്പോക്കും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് സർക്കാരിലേക്ക് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ സംരക്ഷണം വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ചില
ഭാഗങ്ങളിൽ വലിയ തോതിൽ കയ്യേറ്റം ഉണ്ടെന്നുള്ളത് ശ്രദ്ധയിൽ വന്നാൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ടീമായിട്ട് നമ്മൾ നിയമിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരുന്തുംപാറ കയ്യേറ്റം സംബന്ധിച്ച് വിശദമായ പരിശോധനയും നടപടികളുമാണ് നടന്നുവരുന്നത്. കയ്യേറ്റവും അനധികൃത പട്ടയങ്ങളും ഒപ്പം യഥാർത്ഥ പട്ടയ ഉടമകളെയും കണ്ടെത്തുന്നതിനായി 5 സർവേ നമ്പറുകളിലുള്ള 2000-ഓളം ആളുകൾക്ക് രേഖകൾ ഹാജരാക്കുവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരുടെ കൈവശമുള്ള രേഖകളും റവന്യൂ രേഖകളും പരിശോധിച്ചതിന് ശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുകയെന്നും കളക്ടർ വ്യക്തമാക്കി. സിറ്റി വിഷൻ ഇടുക്കി. ഹൈറേഞ്ചിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. നെടുങ്കണ്ടം മേഖലയിൽ വാഹനയാത്രികർക്ക് നേരെയുള്ള കാട്ടുപന്നി ആക്രമണം തുടർക്കഥയാകുന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഗുരുതര പരിക്ക്. നെടുങ്കണ്ടത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത്. കൈകാലുകൾക്കും താടിയെല്ലിനും സാരമായി പരിക്കുപറ്റി. കഴിഞ്ഞ ദിവസം രാത്രി കൊഴുത്തോളു നിരപ്പേൽ കടയിൽ വെച്ചാണ് ശ്രീദേവിയെ കാട്ടുപന്നി ആക്രമിച്ചത്. രാത്രി 8 മണിയോടെ വീട്ടിലേക്ക് മടങ്ങും വഴി പാഞ്ഞെത്തിയ കാട്ടുപന്നി സ്കൂട്ടർ ഇടിച്ച് മറിക്കുകയായിരുന്നു. പുറകെ എത്തിയ ബൈക്ക് യാത്രികനാണ് അപകടത്തിൽപ്പെട്ട ശ്രീദേവിയെ ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാരും എത്തി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ശ്രീദേവിയുടെ താടിയെല്ലിനും കൈക്കും കാലിനും മുട്ടുകൾക്കും പരിക്കേറ്റു. താടിയെല്ലിന് സാരമായി പരിക്കേറ്റതിനാൽ ഭക്ഷണം കഴിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് വണ്ടി വന്ന് ഒട്ടി മുറിച്ചിടുകയായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ണ് ജീവിതത്തിച്ച് വീണു. അതിലൊരു ബൈക്കുകാരൻ വന്ന് ആ മനുഷ്യനെ എണീപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്തുള്ളവർ പെട്ടെന്ന് അടുത്തവർ വന്ന് ഹോസ്പിറ്റലിൽ ഞന്നത്തെയും ചേട്ടനെ വിളിച്ചു. ഞാനും ചേട്ടനും വന്ന് ഹോസ്പിറ്റൽ ലക്ഷ്മി കൊണ്ടു. ലക്ഷ്മിയിലാണ് ഇപ്പം കുറഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് ഡോക്ടറെ കൊണ്ടുപോകാൻ. പരാതി പരിഹരിക്കുന്നതിനായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തിയതിനു ശേഷം മടങ്ങുന്ന വഴിയാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ഏതാനും നാളുകളായി നെടുങ്കണ്ടത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ആക്രമണം അതിരൂക്ഷമാണ്. നിരവധി ഇരുചക്ര വാഹന യാത്രികർക്കും ഓട്ടോ തൊഴിലാളികൾക്കും റോഡിൽ വെച്ചുള്ള കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് മരിച്ചത്. ജീപ്പിൽ മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോകാൻ തുടങ്ങുന്നതിനിടയിൽ വാഹനം പിറകോട്ടുരുണ്ട് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റ മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള 2 കുടുംബങ്ങളിൽപ്പെട്ടയാളുകൾ മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയത്. ഇവർ പോതമേട്ടിലെ സ്വകാര്യ റിസോർട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഇന്ന് രാവിലെ ജീപ്പിൽ മൂന്നാറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി വാഹനം എത്തുകയും സഞ്ചാരികൾ ജീപ്പിൽ കയറുകയും ചെയ്തു. യാത്ര പുറപ്പെടാനായി വാഹനം തിരിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പിറകോട്ടുരുണ്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. പിറകോട്ടുരുണ്ട ജീപ്പ് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് പതിച്ചു. 50 അടിയോളം താഴ്ചയിലേക്കാണ് വാഹനം പതിച്ചത്. അപകടത്തിൽ യാത്രാസംഘത്തിൽ ഉൾപ്പെട്ട ചെന്നൈ സ്വദേശിയായ പ്രകാശൻ മരിച്ചു. അപകടശേഷം സമീപവാസികളും തോട്ടം തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ 51-കാരനായ പ്രകാശിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റവരെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ വാഹനത്തിലും വലിയ കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയും വാഹനത്തിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചും യുവാക്കളുടെ സാഹസിക യാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിന്നക്കനാൽ പെരിയ കനാലിന് സമീപമാണ് യുവാക്കളുടെ സാഹസിക യാത്ര. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കുത്തിറക്കവും കൊടും വളവുകളുമുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ പൂപ്പാറ റോഡിലൂടെയുള്ള സാഹസിക യാത്രയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് മറ്റ് സംസ്ഥാനത്തു നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന യുവാക്കളാണ് ഓടുന്ന ബസ്സിൽ സാഹസിക പ്രകടനം കാഴ്ചവെച്ചത്. കൊടും വളവിൽ ഓടുന്ന വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയും വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്തുമായിരുന്നു യുവാക്കളുടെ പ്രകടനം.
TN 31 BB 6890 എന്ന നമ്പറിലുള്ള മിനി ബസ്സിലായിരുന്നു യുവാക്കളുടെ സാഹസിക യാത്ര. ഇത്തരം ബസ്സുകൾ നിരന്തരം ഹൈറേഞ്ചിൽ അപകടത്തിൽപ്പെടുന്നുവെന്നതും നിത്യസംഭവമാണ്. മാത്രവുമല്ല, മഴ നിലവിൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അപകട വളവുകൾ നിറഞ്ഞ വഴിയിൽ മൂടൽമഞ്ഞും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് യുവാക്കളുടെ ഓടുന്ന വാഹനത്തിൽ സാഹസിക യാത്ര നടത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെയും നിയമ നടപടി ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദന ചെലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കേര പദ്ധതി ജില്ലയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങൾക്കുള്ള അവബോധ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കർഷകർക്ക് ആശാവഹമായ പദ്ധതിയാണ് കേര. കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും, മൂല്യവർദ്ധിത ഉൽപാദനം കർഷകർക്ക് എത്രത്തോളം ആശ്വാസകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നിങ്ങനെ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് കേര പദ്ധതി നടപ്പാക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കർഷകർ കാർഷിക മേഖലയിലെ ശാസ്ത്രജ്ഞരായി മാറുകയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച മന്ത്രി പറഞ്ഞു. നല്ല കർഷകരാണ് ഏറ്റവും നല്ല സയൻറ്റിസ്റ്റ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലും ഡെവലപ്പ് ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും കാണുന്ന വ്യത്യാസം നല്ല കർഷകർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥിതി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത് പരിചയത്തിൻ്റെയും തഴക്കത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ജില്ലയിലെ കാർഷിക വികസന, കർഷക ക്ഷേമം, വ്യവസായ വാണിജ്യം, മണ്ണ് പര്യവേഷണം, മണ്ണ് സംരക്ഷണം എന്നീ വകുപ്പുകളിലെയും കാർഷിക സർവകലാശാല, VFPCK മുതലായ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കായാണ് ശില്പശാല നടത്തിയത്. കട്ടപ്പന നടന്ന ശില്പശാലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാങ്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ കൗൺസിലർ സിജോ മോൻ ജോസ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ്, കേര റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ സാഹിൽ മുഹമ്മദ്, കേര റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സൂര്യ എസ് ഗോപിനാഥ്, കേര പ്രൊജക്ട് മാനേജർ ഡോക്ടർ നിതീഷ് ബാബു M എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. മഴ കനക്കുന്നതോടെ പല ദുരിത കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ മഴ ശക്തമായി പെയ്ത് തോട്ടിൽ വെള്ളമുയരുന്നതോടെ ജീവൻ കയ്യിൽ പിടിച്ച മറുകര കടക്കുന്ന 2 കുടുംബങ്ങളുണ്ട് മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളത്ത്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയം 2 കമുങ്ങിൻ തടിയിൽ തീർത്തിരിക്കുന്ന പാലം മാത്രം. ചേർത്തിട്ടിരിക്കുന്ന 2 കമുങ്ങിൻ തടിക്ക് 2 കുടുംബങ്ങളുടെ ജീവന്റെ വിലയുണ്ട്. കാരണം പ്രായമായവരും കുട്ടികളുമടക്കം പുറം ലോകത്തേക്ക് എത്തുന്നത് ഈ നൂൽപ്പാലം കടന്ന്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ബിജു ഗോപാലപിള്ളയും മറ്റൊരു കുടുംബവും മഴക്കാലത്ത് യാത്രയ്ക്കായി പ്രതിസന്ധി നേരിടുന്നത്. തുരുത്തിന് സമാനമായ പ്രദേശത്താണ് 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലേക്കുള്ള നടപ്പുവഴിയിൽ കുറുകെ ഒഴുകുന്ന തോടാണ് മഴക്കാലമാകുന്നതോടെ ഇവർക്ക് പ്രതിസന്ധി തീർക്കുന്നത്. കുത്തിയൊഴുകുന്ന തോടിന് മറുകരയെത്താൻ ഈ 2 കമുങ്ങിൻ തടികൾ മാത്രം. ചെറുതായൊന്ന് വേച്ചാൽ കുത്തൊഴുക്കിലേക്ക് പതിക്കും. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഇവരുടെ യാത്ര ഈ മഴക്കാലത്തും തുടരുകയാണ്. അപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കൂടി എത്തിക്കഴിഞ്ഞാൽ. നിലവിൽ പഞ്ചായത്ത് ഈ ഭരണസമിതി ചെറിയ കാലം എന്ന് പറഞ്ഞായിരുന്നു പാലം അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ നിലവിൽ പാലമില്ല. തോട്ടിൽ കുത്തൊഴുക്ക് വർദ്ധിക്കുന്നതോടെ ഭയന്ന് കുട്ടികൾ സ്കൂളിലേക്കുള്ള പോക്കും മാറ്റിവെക്കും. മഴ ആയതുകൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ പേടിയാണ്. വെള്ളം കൂടുമ്പോൾ പാലത്തിന്റെ വെള്ളമൊക്കെ വെള്ളം വരും. കുട്ടികൾ മാത്രമല്ല, 85-കാരിയായ ബിജു ഗോപാലപിള്ളയുടെ മാതാവടക്കം ആശ്രയിക്കുന്നത് ഈ നൂൽപ്പാലത്തെ തന്നെ. തോട്ടിൽ വെള്ളം കൂടി അക്കരയൊക്കെ കടക്കത്തുമില്ല, ഒരു സാധനം മേടിക്കാൻ പോകത്തുമില്ല, ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനും പോകത്തില്ല. കഴിഞ്ഞ മഴക്കാലത്ത് 4 ദിവസം പുറത്തിറങ്ങാതിരിക്കുക. പാലം കിട്ടിയിട്ടുമില്ല, ഈ തടി വെള്ളം കൊണ്ട് പോയി. വീട്ടിലേക്കുള്ള നടപ്പുവഴിയിലെ തോടിനു കുറുകെ ഒരു പാലം വേണമെന്നതാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം.
പഞ്ചായത്ത് ഇടപെട്ട് ചെറിയൊരു തുക മുടക്കിയാൽ ഇവർക്ക് സുരക്ഷിതമായി യാത്ര ഒരുക്കാൻ കഴിയും. അതിനായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇവർ കാത്തിരിക്കുകയാണ്. സിറ്റി വിഷൻ, മാങ്കുളം. തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച കുറ്റിയാർവാലിയിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. വീടുകൾക്കിടയിലുള്ള ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ വൈദ്യുതി പ്രതിസന്ധിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിലനിൽക്കുന്നതിനിടയിലാണ് കുടുംബങ്ങളെ ദുരിതമിരട്ടിയാക്കി വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുന്നത്. മൂന്നാറിലെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് കുറ്റിയാർവാലി. തോട്ടങ്ങളിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾക്കാണ് ഇവിടെ കുടുംബമായി താമസിക്കുന്നത്. മഴ ശക്തി കൂടുന്നതോടെ ഇവിടെ വൈദ്യുതി ദിവസങ്ങളോളം മുടങ്ങും. നാട്ടുകാർ ഇടപെട്ട് വൈദ്യുതി എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയാണ് പിന്നെ കുറ്റിയാർവാലിയിൽ വെളിച്ചമെത്തുന്നത്. ഇത്തരം നിരവധി പ്രശ്നങ്ങളാണ് ഇവിടുത്തെ തൊഴിലാളികൾ നേരിടുന്നത്. ഇതിനൊപ്പമാണ് താമസക്കാർ ഏറെയുള്ള ഭാഗത്ത് ചെക്ക് ഡാം പോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ വീടുകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മാത്രവുമല്ല, വെള്ളം മണ്ണിലിറങ്ങി മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നു. കൂടുതൽ മഴ வந்துருச்சுன்னா தண்ணி நிறைய இங்கிட்டு மேலே வரைக்கும் வருது. ஆளுகள் நடக்கிறதுக்கு போகிறதுக்கு கொஞ்சம் கஷ்டமாக தான் இருக்குது. ஆனால் കൂടുതൽ മഴ പെയ്താൽ ഒരേ നാളിലൂടെ നിറഞ്ഞിരുന്നു തണ്ണി. വെള്ളക്കെട്ട് മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ പറയുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെയും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റിന്റെയും ഉദ്ഘാടനം നടത്തി. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പൻചോല MLA MM മണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ മുടക്കിയാണ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2021-22 വർഷത്തിൽ 40 ലക്ഷം രൂപയും 2024-25 30 ലക്ഷവും മുടക്കിയാണ് നിലവിലുള്ള ആശുപത്രി കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ റാമ്പോട് കൂടിയ ബ്ലോക്ക് നിർമ്മിച്ചത്. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനവും നടത്തി. MLA MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. 1974 ഡിസ്പെൻസറിയായി ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം 2020 കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. ഇപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ വിഭാഗം ജീവനക്കാരുമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് MLA MM മണി ഇടപെട്ട ഫാർമസിസ്റ്റ് ഒഴിവിലേക്ക് നിയമനവും നടത്തിയത്. വർക്ക് അറേഞ്ച്മെന്റിൽ ജില്ലാ ആശുപത്രിയിലേക്ക് സ്ഥലം മാറിപ്പോയ ഡോക്ടർ എത്തിയാൽ സായാഹ്ന OPയും ആരംഭിക്കുവാൻ കഴിയുമെന്ന് MLA പറഞ്ഞു. ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നല്ല നിലയിൽ പോകുന്നതിന് ഈ പ്രദേശ നിവാസികൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാലേ കഴിയുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് തലത്തിൽ ആളുകൾ വന്നെല്ലാം നന്നാക്കി കളയും എന്ന ധാരണയൊന്നും വേണ്ട. അവരുടെ സഹായം ചെയ്യാമെന്ന് ചെയ്യിക്കാം, അത് വേറെ. ഇപ്പോൾ ഞാനിപ്പോഴും MLA ആണ്.
MLA ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളൂ എന്നോർത്തൊന്നും നിങ്ങൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. ഈ സ്ഥാപനം നല്ല നിലയിൽ പോകും എന്ന് ഉറപ്പുണ്ടാക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻഡ സാറ കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ MN ഹരിക്കുട്ടൻ സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ നന്ദിയും രേഖപ്പെടുത്തി. ഒപ്പം പരിപാടിയിൽ റാങ്ക് ജേതാക്കളെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെയും ആദരിച്ചു. ശൈലജ സുരേന്ദ്രൻ, ആശാ സന്തോഷ്, KJ സിജു, P രാജാറാം, A ചിത്ര, മഞ്ജു ബിജു, സുമാ സുരേന്ദ്രൻ, വർഗീസ് ആറ്റുപുറം, KK തങ്കച്ചൻ, CC മാത്യു, PH ഫൈസൽ, TK കാഞ്ചന, AP റോയി, K വിനോദ്, ബേബി കവലിയേലിൽ, TS ഹസൻ, AP രവീന്ദ്രൻ, S മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. ആദിവാസി ഊരുകളിൽ വനംവകുപ്പ് നടത്തുന്ന തളിർ പദ്ധതിക്ക് തുടക്കമായി. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദിവാസി ഊരുകളിലെ വായനാശീലം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദിവാസി ഗോത്രക്കുടികളിലെ കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് EDCകളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 3 വായനശാലകൾ ആരംഭിച്ചു. കണ്ണമ്പടി, മേമാരി, കൊല്ലത്തിക്കാവ് എന്നിവിടങ്ങളിലാണ് വായനശാലകൾ ആരംഭിച്ചത്. കൊല്ലത്തിക്കാവിൽ സംഘടിപ്പിച്ച പരിപാടി വാഴൂർ MLA നിർവഹിച്ചു. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ പുതിയ തലമുറ വായനയിൽ നിന്നകലുമ്പോൾ ഇത്തരം പദ്ധതികൾ വായനാശീലം വളർത്താൻ ഏറെ പ്രയോജനകരമെന്ന് MLA വാഴൂർ സോമൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ 130 വർഷമായിട്ട് ആറ്റിലൂടെ ഒഴുകിയ മണലും ചെളിയും കമ്പും തടിയും എല്ലാം കൊണ്ട് ഒരു കോൺക്രീറ്റ് ഷേപ്പിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് പൊട്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ധൈര്യമായി ഞാൻ വണ്ടിപ്പെരിയാറിൽ തന്നെ താമസിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ലിജോ PK സോമലേക്കും പരിപാടിയിൽ ആദരവ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ്, ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ, റേഞ്ച് ഓഫീസർ പ്രസാദ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സജിമോൻ, ഊരുമൂപ്പന്മാർ, EDC ചെയർമാൻമാർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കുന്ന മാക്കെയർ സെന്ററിന്റെ ഉദ്ഘാടനം കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് CDSന്റെയും അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾക്ക് സ്കൂളിന് പുറത്തു പോകേണ്ടി വരുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് പുതിയ ആശയം ഉരുത്തിരിഞ്ഞത്. ഇതിനുള്ള പരിഹാരം എന്ന നിലയിൽ മാക്കെയർ എന്ന പേരിൽ കുടുംബശ്രീ സംരംഭങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആരോഗ്യകരവും പോഷകസമ്പൂർണവുമായ ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ മുതലായവയും സ്കൂൾ സ്റ്റേഷനറി വസ്തുക്കൾ, സാനിറ്ററി നാപ്കിനുകൾ മുതലായവ ഈ സംവിധാനത്തിലൂടെ ഒരുക്കി നൽകും. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കോട്ട് നിർവഹിച്ചു. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭം ഒരു ആരംഭം മാത്രമാണ്. നമ്മുടെ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കോമ്പൗണ്ടിൽ തന്നെ കൊടുക്കണം എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങുന്നത്. ഇത് നടത്തുവാനായിട്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആര് നടത്തിയാൽ കുടുംബശ്രീ ആയിരിക്കും ഇതിന് മേൽനോട്ടം, പഞ്ചായത്ത്. CDS ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിശിഷ്ടാതിഥികൾ ചേർന്ന ആദ്യ വിൽപ്പന നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഹെലോക്, PTA പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ, വിമുക്തി ക്ലബ് കൺവീനർ അജിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ്, ജോൺ മാത്യു, അരുൺ മാത്യു, PT ഷിഹാബ്, ലേഖ ത്യാഗരാജൻ, മിനി മനോജ്, പ്രജിത ടീച്ചർ, ബിന്ദു ബിനു, അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം.
റോട്ടറി ക്ലബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ ഗിഫ്റ്റ് ഓഫ് റീഡിംഗ് പദ്ധതിക്ക് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂളുകളിലെ ലൈബ്രറികൾക്കായി പുസ്തകങ്ങൾ സംഭാവന ചെയ്യുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. പുതിയ റോട്ടറി വർഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടം റോട്ടറി ക്ലബ് പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗിഫ്റ്റ് ഓഫ് റീഡിംഗ് പദ്ധതിയെക്കുറിച്ച് റോട്ടറി ക്ലബ് അധികൃതർ വിശദീകരിച്ചു. എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പുതിയ ഡിസ്ട്രിക്റ്റില് നമ്മുടെ റോട്ടറിയുടെ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് ഈ സ്കൂളുകളുടെ ലൈബ്രറികൾക്ക് എല്ലാ ക്ലബ്ബുകളും കുറച്ച് പുസ്തകങ്ങൾ നൽകിക്കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിവിടെ വന്നേക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിക്ക് അധികൃതർ പുസ്തകങ്ങൾ കൈമാറി. യൂണിറ്റുകളെല്ലാം കൂടെ ചേർന്ന് ഏതെങ്കിലും ഒരു സ്കൂളിൽ പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഈ വർഷത്തെ അവരുടെ പ്രോജക്റ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിനായി തിരഞ്ഞെടുത്തത് നമ്മുടെ സ്കൂളാണ്, കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ ഈ ചരിത്രമുറങ്ങുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തങ്ങളുടെ പ്രോജക്റ്റിന്റെ ഭാഗമാക്കുവാൻ തീരുമാനിച്ച, അതിനായിട്ട് പുസ്തകങ്ങൾ തന്നെ സഹായിച്ച, ഇനിയും പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പരിപാടിയിൽ ക്ലബ് ഭാരവാഹികളായ CC എബ്രഹാം, PS ഭാനുകുമാർ, സുബിൻ ജോസഫ്, DC തോമസ്, ടോം ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലാ കളക്ടർ. മുഴുവൻ സർക്കാർ ഭൂമിയും സംരക്ഷിക്കാൻ കർശന നടപടിയെന്നും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. ഹൈറേഞ്ചിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഗുരുതര പരിക്ക്. ശ്രീദേവി S. ലാലിനാണ് പരിക്കേറ്റത്. മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ ഒരാൾ മരിച്ചു. ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് മരിച്ചത്. അപകടം ജീപ്പിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ. ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയും വാഹനത്തിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചും യുവാക്കളുടെ സാഹസിക യാത്ര. ചിന്നക്കനാൽ പെരിയ കനാലിന് സമീപമാണ് യുവാക്കളുടെ സാഹസിക യാത്ര. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.